ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ രണ്ടാഴ്ചയായിട്ട് എൻ്റെ വീട്ടിലായിരുന്നല്ലോ, അപ്പോൾ അന്ന് മര്യാദയ്ക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താണ് വീഡിയോസൊക്കെ ഇടാത്തതെന്ന് ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് അപ്പിളൊക്കെ ആയിട്ട് എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ട്, അതൊക്കെ കൂടി ഒരു വീഡിയോ ആക്കിയതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ കൊറോണ കാലത്തൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂവും കൂടി ഉണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇവിടെ ഉമ്മൻ്റെ അടുത്തികളും പിന്നെ അനിയത്തിയൊക്കെ നമ്മളെ വീടിൻ്റെ ആ ഒരു ഏരിയയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ മിക്കവാറും ദിവസം നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടാവും. കാരണം ഉമ്മൻ്റെ ഉമ്മ നമ്മളെ അടുത്താണ്. അപ്പോൾ ഉമ്മച്ചിക്ക് എന്നും എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഇന്ന് ഒരു ദിവസം നമ്മൾ എളാമ്മൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടെ അവൾ നെയ്ച്ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പോയി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് അവിടെ തന്നെ, പിന്നെ വൈകുന്നേരത്തെ തിരിച്ച് പോവുള്ളൂ. അപ്പോൾ നെയ്ച്ചോറിന് ഇതാ ചിക്കൻ കറിയാണ് കേട്ടോ. പിന്നെ നമ്മളെ കോഴിക്കോട്ടുകാരെ സ്പെഷ്യൽ ഉണ്ട്, വെണ്ടക്ക മുളകിട്ടത് പറയും. അപ്പോൾ മാങ്ങൻ്റെ സീസൺ ആണെങ്കിൽ കടുമാങ്ങ ആയിട്ട് വെക്കും, അല്ലെങ്കിൽ ഇരുമ്പ് പുളി അല്ലെങ്കിൽ വഴുതിന, എന്തായാലും നെയ്ച്ചോറിൻ്റെ കൂടെ ഇതേപോലത്തെ ഒരു സൈഡ് ഡിഷും ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മളെ കാബേജ് ഉപ്പേരി, പപ്പടം, തൈര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ചിക്കനും പൊരിച്ചതും ഉണ്ടായിരുന്നു. അപ്പം ചോറൊക്കെ തിന്നൽ കഴിഞ്ഞ് കുറച്ച് നേരം എല്ലാവരും അവിടെയൊക്കെ ഇരുന്ന് സംസാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നാളത്തെ പ്ലാനിങ് ആണ് കേട്ടോ, നാളെ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പം ഫുഡ് നമ്മൾ കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ ആയത് കാരണം. അപ്പോൾ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, അനിയത്തിക്ക് ഇങ്ങനെ കോളൊക്കെ കൊണ്ടുവരുന്നൊരു സമയമാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പോരുന്നവരെ മിക്കവാറും ദിവസം ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു കേട്ടോ. ഇത് അടുത്ത വീട്ടിലെത്താത്ത കൊണ്ടുവന്നതായിരുന്നു. പിന്നെ ഒരു ദിവസം നമ്മൾ മൂത്തമ്മൻ്റെ വീട്ടിൽ പോയി, അത് നമ്മളെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ മൂത്തമ്മൻ്റെ മരുമോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ വരുന്നല്ലേ വിചാരിച്ചിട്ട് അന്നത്തെ ദിവസം പിന്നെ കംപ്ലീറ്റ് അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. അന്ന് പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ വീട്ടിലേക്ക് എത്തിയിരുന്നു കേട്ടോ. അപ്പം രാവിലെ ഞാൻ എരുന്തൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ കോഴിക്കോട് സ്പെഷ്യൽ ഒരു എരുന്ത് ഉലർത്തിയത് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് കരുതിയതാണ്. അപ്പം ഉമ്മനെ കൊണ്ട് അത് ഉണ്ടാക്കിപ്പിച്ച് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എരുന്ത് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അരിത വറുത്ത് പൊടിച്ചിട്ട് അതിലേക്ക് ഇടണം. പിന്നെ അതേപോലെ തന്നെ ഒരു ചമ്മന്തി പോലെ തേങ്ങയും ഉള്ളിയും പച്ചമുളകൊക്കെ കൂടിയിട്ട് ചതച്ചിട്ട് അതും ചേർക്കലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേവിച്ചപ്പോഴാണ് ഞാൻ അമ്മനോട് പറഞ്ഞു വീഡിയോ ഒക്കെ എടുക്കുന്നില്ല, അപ്പം നല്ല മൊഞ്ചുള്ള ചീനിച്ചട്ടിയിലേക്ക് ആക്കിയെന്ന് പറഞ്ഞിട്ട് ചട്ടി മാറ്റിയപ്പോഴാണ് കണ്ടത് ഈ എരുന്ത് വേവിച്ച വെള്ളത്തിൽ നിറച്ചും മണ്ണുണ്ടായിരുന്നു കേട്ടോ. എരുന്ത് നല്ല വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ എടുക്കുക, പക്ഷേ ചില എരുന്തിൽ നല്ല മണ്ണുണ്ടാകും, ഒലത്താൻ വേണ്ടി പറ്റില്ല. ആ പരിപാടി അവിടെ ഉപേക്ഷിച്ച് എന്നിട്ട് പിന്നെ പെട്ടെന്ന് 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് നെയ്യപ്പുണ്ടല്ലോ, പൊടിയും മൈദയും റവയൊക്കെ കൂടിയിട്ടിട്ട് കുഴച്ചിട്ട് അപ്പോൾ അതുണ്ടാക്കി ചായയൊക്കെ കുടിച്ചു. ഇതിൻ്റെ ഇടയിലൊക്കെ മിക്കവാറും ദിവസം പള്ളക്കാണൽ ചടങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇമ്മക്കാണെങ്കിൽ വരാനുള്ളവരൊക്കെ ഞാൻ വീട്ടിൽ വന്ന സമയത്ത് തന്നെ വന്നോട്ടെ എന്നുള്ള ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഞാനുള്ള സമയത്ത് തന്നെ വന്നു പോയത്. ഇന്നിതാ മൂത്തമ്മമാരും എളാമിയും മാമനും അമ്മായിയും ഒക്കെ കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതാ ഞാൻ കമീറ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത കേട്ടോ, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. പിന്നെ അതാ ചിക്കന് വറുത്തരിച്ച കറിയും പിന്നെ ഒരു ചിക്കനൊരു വരട്ട് പോലെ ഇങ്ങനെ ആക്കിയതാണ് മുളകിട്ടിട്ട്. പിന്നെ ഇമ്മ നെയ്സ് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും ചായയൊക്കെ കുടിച്ചു. എല്ലാവരും കൊണ്ടുവന്ന കോളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പ്രഗ്നൻ്റ് ആയവരെയും അങ്ങനെയുള്ളവരൊക്കെ കാണാൻ ചെല്ലുമ്പം നമ്മൾ കുറേ പലഹാരങ്ങൾ ഐറ്റംസൊക്കെ ആയിട്ട് പോകില്ലേ, അതിന് കോഴിക്കോടൻ ഭാഷയിൽ കൂള് കൊണ്ടുപോകുക എന്നിട്ട് പറയുക. എല്ലായിടത്തും എന്താ പറയുക എനിക്കറിയില്ല. കട്ട്ലേറ്റ്, ഇറച്ചി കേക്ക്, ചട്ടിപ്പത്തിരി, പയം നിറച്ചത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മൂത്തമ്മമാർ കൊണ്ടുവന്നത്. പിന്നെ ഏളാമയും അമ്മായിയും കോഴിയും പത്തിരിയൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നത്. കോഴി നിറച്ചതും ഉണ്ട്, പിന്നെ അമ്മായി കോഴി പരട്ടിയത് പോലെ ഉണ്ട്. പിന്നെ അതിലേക്ക് നമ്മളെ കോഴിക്കോട്ടുള്ള കണ്ണ് വെച്ച പത്തിരി എന്ന് പറയും, നമ്മളെ പൊറോട്ടൻ്റെ അതേ ഒരു ടേസ്റ്റിൽ വരുന്ന പത്തിരിയാണ്, നമ്മളെ കോഴിക്കോട്ടത്തെ സ്പെഷ്യലാണ്. അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടതാണ്, ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അമ്മോൻ്റെ മക്കൾ അമ്മായിമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞാൻ പോണ ദിവസം പലഹാരങ്ങളും കോളൊക്കെ കഴിഞ്ഞ് ഇതാ മൂത്തപ്പൻ്റെ മോള് അന്ന് ഫ്രൈഡ് റൈസും ഗാർലിക് ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇമ്മയും അമ്പിക്കാക്കിയൊക്കെ അതാണ് കേട്ടോ കഴിച്ചത്. ഒക്കെ ഇവർ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നോന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ, അടുത്ത വീട്ടിലും കസിൻസിനൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം, നമുക്ക് കൊറോണ കാലത്ത് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. മിസ്റ്റ് സ്പ്രേയർ എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ പേര്. ഇത് സാധാരണ ഇതിൽ നമ്മളെ മിനറൽ വാട്ടറൊക്കെ നിറച്ചിട്ട് നമ്മൾ കൈയൊക്കെ ഡ്രൈ ആകുമ്പോൾ അതേപോലെ മുടിയിലും മുഖത്തും ഒക്കെ
മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുക. അതേപോലെ ഇതിൽ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്ന്. പക്ഷേ ഞാനിപ്പോൾ ഇതിവിടെ നമ്മളെ കൈയൊക്കെ സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊരു സാനിറ്റൈസറും കൂടി ആഡ് ചെയ്തിട്ട് നമ്മളെ വണ്ടിയിലും പിന്നെ അതേപോലെ നമ്മളെ ബാഗിലൊക്കെ കൊണ്ടെടുക്കാൻ പറ്റിയ നല്ല ഹാൻഡി ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇത് പല റേറ്റിൻ്റെതും ഉണ്ട്. അപ്പം ഇതൊരു 300 സംതിങ്ങിൻ്റെ ആണ്. അപ്പോൾ ഓരോന്നിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ ഈ നോബൊക്കെ കുറച്ചും കൂടിയൊക്കെ ഉറപ്പുണ്ടാവും കേട്ടോ. ഇതിലൊഴിക്കാൻ നമ്മളെ കയ്യിലുള്ള ഏത് സാനിറ്റൈസർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് അതിൻ്റെ കൂടെ ചാർജർ കേബിളും ഉണ്ട് കേട്ടോ. നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ചാർജ് കുറേ നേരം നിൽക്കുകയും ചെയ്യും. ഞാനിതാ ഇപ്പോൾ ഒരു സാനിറ്റൈസർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്ന് കുറച്ച് ഇതിലിങ്ങനെ ഒരു മൂടി പോലത്തെ ഒരു സംഭവമുണ്ട്. അത് തുറന്നിട്ട് അതിൽ ആവശ്യത്തിന് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ നോബൊന്ന് ഇങ്ങനെ പൂട്ടി കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമ്മൾ മിക്സീൻ്റെ ജാറൊക്കെ വെക്കുന്ന മാതിരി നല്ല എളുപ്പത്തിൽ ഇങ്ങനെ പൂട്ടാൻ പറ്റും കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിനൊരു സ്വിച്ച് ഉണ്ട്, ഈ വൈറ്റ് കളറിലെ റൗണ്ട് ബട്ടൺ. അത് പ്രസ് ചെയ്താൽ ബ്ലൂ കളർ ലൈറ്റ് ഇങ്ങനെ കത്തും. അതുവരെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു മിസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരു മഞ്ഞ് പോലെ ഒരു പുക പോലെ ഒരു സംഭവം. നമ്മൾ നെബുലൈസ് ചെയ്യുമ്പോൾ ഒക്കെ അങ്ങനെ ഒരു ആവി വരില്ലേ, അതേപോലെ ഒരു നല്ലൊരു തണുപ്പുള്ളൊരു ആവി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കയ്യോ അല്ലെങ്കിൽ ഇനി നമ്മളെ കയ്യിലെ ബാഗ്, നമ്മൾ എന്തെങ്കിലും കൊണ്ടെടുക്കുന്ന സാധനങ്ങളൊക്കെ സാനിറ്റൈസ് ചെയ്യണം, എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സൊക്കെ സാനിറ്റൈസ് ചെയ്യണമെങ്കിൽ നല്ല ഈസി ആട്ടോ. ഇതുകൊണ്ട് ഇങ്ങനെ നമ്മൾ സ്പ്രേ അടിക്കണം, ആദ്യം ഇങ്ങനെ അടിച്ചാൽ മതി. പല റേറ്റുള്ളതും ആമസോണിൽ കാണുന്നുണ്ട് കേട്ടോ. ഒരു 100 സംതിങ്ങിന് തൊട്ടിട്ട് ഒരു 1000 വരെ രൂപേൻ്റെ വരെ ഉണ്ടത്. ഓരോന്നിനും ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഏകദേശം ഒന്നിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വണ്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.